വെൽക്കം ടു iPlus. ഞാൻ അക്ഷര. LPSA UPSA എക്സാമിനേഷന് അപ്ലൈ ചെയ്തവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പുറത്ത് വന്നു കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു വലിയ വർധനവാണ് ഇത്തവണ ആപ്ലിക്കൻസിൻ്റെ എണ്ണത്തിലുണ്ടായത്. നമുക്കറിയാം, ഒരു 4 വർഷത്തിന് ശേഷം നടക്കുന്ന പരീക്ഷയാണ്. കഴിഞ്ഞ പരീക്ഷ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് കേട്ടിട്ടുള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാം എന്നൊരു തലത്തിലേക്ക് വരികയും അന്ന് കേട്ടിട്ടില്ലാത്തവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാലയളവിനുള്ളിൽ മിക്കവാറും എല്ലാവരും കേട്ടിട്ട് എഴുതിയെടുത്തു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് TTC കോളേജുകളിലാണെങ്കിലും BEd കോളേജുകളിലാണെങ്കിലും അഡ്മിഷൻ കംപ്ലീറ്റ് ആവുന്ന തിങ്ങി നിറഞ്ഞ് പഠിക്കാനായിട്ട് ആളുകൾ വരുന്ന ഒരു അവസ്ഥ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയധികം പേര് ഈ ഒരു പരീക്ഷയെ ലക്ഷ്യം വെച്ചുകൊണ്ട് TTC അല്ലെങ്കിൽ BEd കോഴ്സുകൾ ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യവും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉറപ്പിച്ച പോലെ തന്നെ നല്ല തീ പാർന്ന കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. മലപ്പുറത്തൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ തവണയും ആപ്ലിക്കൻസിൻ്റെ എണ്ണം വന്ന പോലെ തന്നെ അതിനനുസരിച്ച് ഇത്തവണയും അങ്ങനെ തന്നെ കൂടിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ട് ആപ്ലിക്കൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ഉള്ളിൽ തോന്നും, ഇപ്പോൾ അപ്ലൈ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും നല്ലപോലെ പഠിക്കണമെന്നില്ല. ശരി, നമുക്കൊരു 50% പേരെ അങ്ങ് മാറ്റി വെക്കാം. ബാക്കി 50% ആണെങ്കിലും അതൊരു വലിയ സംഖ്യ തന്നെയാണ്. ശരിക്കും ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ക്രൗഡിൻ്റെ കൂടെയാണ് നമ്മൾ മത്സരിക്കാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ നമ്മൾ കോച്ചിങ്ങിന് പോകുന്ന കോച്ചിങ് സെൻറ്ററിൽ കൂടെ പഠിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ BEd TTC ഒക്കെ ചെയ്തവരുടെ പഠിത്തം, ഇതൊക്കെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇനി നമുക്ക് കാണാത്ത ഒരു ഇൻവിസിബിൾ ക്രൗഡ് എത്രമാത്രം പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞൊരു എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ റാങ്ക് ലിസ്റ്റിൽ താഴെ റാങ്കുകൾ വന്നവർ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാത്തവരൊക്കെ ആ ഒരു 4 വർഷമായിട്ടും ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിച്ചു വരുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ക്രൗഡുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ കേട്ടിട്ട് എഴുതിയെടുത്തുകൊണ്ടും ഈ ഒരു പരീക്ഷ ലക്ഷ്യമാക്കി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇനിയുള്ള സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. നമ്മുടെ എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് മാസങ്ങൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. പക്ഷേ ഇനി ഉള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു തീർക്കാം. നാളേക്കെന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു എക്സാമിൽ നല്ല റാങ്കിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. വെറുതെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. PSC നമുക്കറിയാലോ, നിയമനങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ നിന്ന് പോലും കംപ്ലീറ്റ് ആൾ വരുന്നില്ല. അപ്പോൾ സപ്ലിമെൻ്ററിയിലൊക്കെ പെട്ടാലുള്ള കാര്യം അറിയാലോ, ലിസ്റ്റിലുണ്ട് എന്നാൽ ജോലി കിട്ടുമോ? അത് കിട്ടത്തില്ല, ആ ഒരു അവസ്ഥയായിപ്പോവും. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ തന്നെ ആദ്യത്തെ റാങ്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾക്ക് ജോലി കിട്ടുമെന്നുള്ള കാര്യം ഒരു ഉറപ്പ് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ടീം iPlusനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റിസൾട്ട്സ് അറിയാമല്ലോ. മറ്റ് കോഴ്സുകളൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ റിസൾട്ട്സ്. അപ്പോൾ ഇത്രയും മികച്ച ഒരു ടീമിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു LPSA UPSA എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർന്ന ഒരു റാങ്കിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും പഠനവും ഒരു ലാഗും വരാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. നല്ലൊരു റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.